ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെല്ലാം ചേഞ്ചസ് ആണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുക. ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിങ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 1 മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. കണ്ണുകൾ അടച്ച് ബ്രീത്തിങ്ങിൽ ഫോക്കസ് കൊണ്ടുവരിക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. മൈൻഡ് ഒന്ന് കാം ആൻഡ് കൂളാക്കി ഇരിക്കുക. ഓക്കെ, King of Pentacles, King of Cups, Lovers card, Justice, 4 of Cups, Magician, Queen of Swords, Page of Wands, Fool card, 8 of Pentacles. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 9 of Swords ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കിങ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്ഥിരത അല്ലെങ്കിൽ ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റി കൊണ്ടുവരണമെന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കറൻ്റ്ലി ആ ഒരു വ്യക്തി ചിലപ്പോൾ ഫിനാൻസ്, മണി റിലേറ്റഡ് ആയിട്ടുള്ള കരിയർ വൈസൊക്കെ ആയിരിക്കും ഇപ്പോൾ ഫോക്കസ് കൊടുത്തുകൊണ്ടിരിക്കുക. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനൊരു സെക്യൂർ ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് ആ ഒരു വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി കുറച്ചുകൂടെ മെച്യൂർഡായിട്ട് ഇമോഷൻസൊക്കെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷൻസൊക്കെ ആ ഒരു വ്യക്തിക്ക് വരെയും കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആണ് അല്ലെങ്കിൽ ആകും എന്നുള്ളതാണ്. അതായത് അവർ നിങ്ങളെ ഡീപ്പായിട്ട് ലവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കാർഡാണ്. അതൊരു സോൾമേറ്റ് കണക്ഷനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കറക്റ്റ് ചോയ്സാണ് അല്ലെങ്കിൽ ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം ജസ്റ്റിസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് വാക്ക് തർക്കം അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആയി നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിലാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഇത് എന്താണോ സത്യമെന്നുള്ളത് അത് തെളിയാൻ പോകുന്നു എന്നുള്ളതാണ്. ആ ഒരു തെറ്റിദ്ധാരണയും കാര്യങ്ങളൊക്കെ മാറി സത്യാവസ്ഥ മനസ്സിലാക്കും എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് നോക്കുമ്പോൾ 4 of Cups വന്നിട്ടുണ്ട്. അതായത് ആ ഒരു വ്യക്തി ഇപ്പോൾ കറൻ്റ്ലി കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാലും ആ ഒരു വ്യക്തി ചിലപ്പോൾ തിരിച്ച് കണക്ട് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നുണ്ടാവില്ല. ഓക്കെ, ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഫീലായിട്ടാണ് ആ ഒരു വ്യക്തി ഇപ്പം നിൽക്കുന്നത്. ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ പോലെയാണ് ഇപ്പോൾ കറൻ്റ്ലി ആ ഒരു വ്യക്തിയുടെ എനർജി കാണാൻ പറ്റുന്നത്. ആൻഡ് മജീഷ്യൻ കാർഡ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇതാക്കി മാറ്റാനുള്ള പവർ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് എന്താണോ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ആക്ഷൻസാണോ നിങ്ങൾ ഇതിനു വേണ്ടി എടുക്കേണ്ടത്, പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ രണ്ടുപേരും എന്താണോ ചെയ്യേണ്ടത് അത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അത് ആ ഒരു പവർ നിങ്ങൾക്ക് ഉള്ളിലുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാകുന്നത്. അതിനുശേഷം ക്വീൻ ഓഫ് സോർഡ്സ്. ഓക്കെ, അതായത് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കാണുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല നിങ്ങൾ തമ്മിൽ. അപ്പോൾ നിങ്ങൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുക. മറ്റൊരു വ്യക്തി വഴി ചെയ്യുന്നതും നിങ്ങൾ ഡയറക്റ്റ്ലി ഓപ്പൺ അപ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. ഹോണസ്റ്റ് ആയിട്ട് ഇരിക്കുക, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുക. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ളതാണ്. നെക്സ്റ്റ് പേജ് ഓഫ് വാൺസ്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് നല്ല രീതിയിൽ ഇഷ്ടമുണ്ട് എന്നുള്ളതാണ്.
ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. അതിനുശേഷം ഫൂൾ കാർഡ് വന്നിട്ടുണ്ട്. അതായത് ഒന്നും കൂടി ഒരു ന്യൂ ബിഗിനിങ്, അല്ലെങ്കിൽ എല്ലാം മറന്ന് ഒരു പുതിയ തുടക്കം എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് റിസ്ക് വന്നാലും ഓക്കെ മുന്നോട്ട് പോകാം എന്നൊരു രീതിയിൽ ആ ഒരു വ്യക്തി മാറുന്നു എന്നുള്ളതാണ്. ഒരു ഫ്രഷ് സ്റ്റാർട്ട് വരാൻ പോകുന്നു. അതിനുശേഷം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസ്. അതായത് ഇതിന് വേണ്ടിയിട്ട് ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ, ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഡെഡിക്കേഷൻ ഉണ്ടാകും. ആ ഒരു വ്യക്തി എഫേർട്സ് ഇടും എന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2 പാർട്ട്നേഴ്സും എഫേർട്സ് ഇടണം. അപ്പോൾ ആ ഒരു വ്യക്തി അതിന് തയ്യാറാകും എന്നുള്ളതാണ്. ഈ ഒരു കമ്മിറ്റ്മെൻറ്റ്, ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിനും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഗ്രോത്തിനും ആ ഒരു വ്യക്തിക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയായിട്ട് വരുമെന്നുള്ളതാണ്. പക്ഷേ ബോട്ടം ഓഫ് ദ ഡെക്ക് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് 9 ഓഫ് സോഡ്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്, അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ട്, ഓവർ തിങ്കിങ് ഉണ്ട്. ആ ഒരു വ്യക്തിക്ക് രാത്രി ചിലപ്പോൾ ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായില്ല. ഓക്കെ, അങ്ങനെ ആ ഒരു വ്യക്തിയുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ആ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ വെറി ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ഭയമുണ്ട്. മേ ബി നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ നഷ്ടപ്പെടുമെന്നൊരു ഭയമുണ്ട്. അപ്പം എന്താണെന്നുള്ളത് രണ്ടുപേരും മേ ബി നിങ്ങളാകാം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറാവാം, എന്തായാലും ഈ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചും ഒക്കെ ഒരുപാട് ഓവർ സ്ട്രെസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഓവറോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കിടയിലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നാണ് കാണുന്നത്. അപ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ വെക്കുക, നിങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ പറയുക. ഓക്കെ, പരസ്പരം പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, അല്ലാതെ വേറെ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഒന്നും ഈ ഒരു ഇതിലോട്ട് കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇനി നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസും കൂടെ നമുക്ക് നോക്കാം. Ten of Wands, Hanged Man, 7 of Pentacles, 6 of Swords and King of Wands. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ 10 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ഓവർ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാ ഭാരവും കൂടെ ചുമന്ന് നിങ്ങൾക്കിപ്പോൾ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. നിങ്ങൾ നല്ല രീതിയിൽ സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു സ്ട്രെസ്സും കാര്യങ്ങളും, ചിലപ്പോൾ ആങ്സൈറ്റി എന്നൊക്കെ പറഞ്ഞത് മേ ബി നിങ്ങളുടെ പാർട്ട്ണർ ഉണ്ടാകാം, നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ കേസ് നോക്കിയപ്പോഴും സെയിം തന്നെയാണ്. നിങ്ങൾക്കും ഈ ഒരു ഓവർ തിങ്കിങ്ങും നിങ്ങളും ഓവർ സ്ട്രെസ്ഡ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ഭാരങ്ങൾ റിലീസ് ചെയ്ത് കളയുക. നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ആരാണോ ഉള്ളത്, നിങ്ങൾക്ക് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക, അവരുമായിട്ട് സപ്പോർട്ട് ചോദിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ മറ്റൊരു ആംഗിളിൽ നിന്നും കൂടെ ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും നമ്മളുടെ വശം അല്ലെങ്കിൽ നമ്മളുടെ ഭാഗം മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും നമ്മളുടേതായ ശരി ഉണ്ടാവും അല്ലേ. അപ്പോൾ മറ്റൊരു വ്യക്തിയുടെ ആംഗിളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ സൈഡിൽ നിന്നും കൂടെ ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അവിടെ വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഓക്കെ, അതിനൊരു ഡിലേ, മേ ബി ആ ഒരു വ്യക്തി നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാകാം. സോ അതിനൊരു ഡിലേ, അപ്പോൾ എന്തോ ഒരു കാര്യത്തിന് ഒരു ഡിലേ ഉണ്ടാകും. സോ നിങ്ങൾ അത് ഓവർ തിങ്ക് ചെയ്യുന്നതിന് പകരം മറ്റൊരു തരത്തിൽ ചിന്തിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഡിവൈൻ ടൈമിങ്ങിനെ ട്രസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് 7 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് എഫേർട്സ് ഇട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ക്ഷമയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടൊന്നും ഇരിക്കേണ്ട, നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ഷമ വേണം. ഓക്കെ, നിങ്ങൾ എഫേർട്സ് ഇട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അത് നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കുക. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടുമെന്നുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ എഫേർട്സ് പാഴായി പോകത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെസ്സേജിൽ പറയുന്ന ആ ഒരു ട്രസ്റ്റ് ദ പ്രോസസ്സ് എന്ന് പറയത്തില്ല, അപ്പോൾ അതിന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യരുത്. ഓക്കെ, ഇത്രയും നാൾ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ,
അതിനുശേഷം 6 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്നിട്ടുള്ള വ്യക്തികളാണ്. ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്ന വ്യക്തികളാണ്. ഇപ്പം നിങ്ങൾ ഒരുപാട് ഡിപ്രസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് വരണം എന്നാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പം എന്താണോ നിങ്ങൾ തളർത്തുന്ന കാര്യങ്ങൾ അവിടെ നിന്നും നിങ്ങൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് പോവുക എന്നുള്ളതാണ്. നെഗറ്റീവ്സ് മാത്രം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പെട്ടുപോകും, അതാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ അത് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് പെട്ടെന്ന് പറ്റുന്നൊരു കാര്യമില്ല, പക്ഷേ മാക്സിമം നിങ്ങൾക്കത് ഒരു കാര്യം നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് നമ്മളെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്, അത് നമ്മളെ നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മളിൽ ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്കറിയാം. ആ ഒരു തോന്നുന്ന ടൈം അത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങളുടെ മനസ്സിലാവും നെഗറ്റീവാണ് എന്ന് തോന്നുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നൊരു വാർണിംഗ് ആയിട്ട് മനസ്സിലാക്കുക. അപ്പോഴേ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ മറക്കുക, അല്ലെങ്കിൽ അതിൽ നിന്നും മാറിപ്പോവുക എന്നുള്ളതാണ്. ഓക്കെ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട്ട് ചേഞ്ച് ചെയ്ത് പോവുക എന്നുള്ളതാണ്. യൂണിവേഴ്സ് എന്തായാലും നിങ്ങൾക്കുള്ള റൈറ്റ് പാത്തിലൂടെ നിങ്ങളെ ഗൈഡ് ചെയ്യും. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി, ബാക്കി യൂണിവേഴ്സ് നോക്കിക്കോളും. അതിനുശേഷം നമുക്ക് കിങ് ഓഫ് വോൺസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കോൺഫിഡൻസോടു കൂടി കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണോ അതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക. നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്സൊക്കെ ചെയ്യുക, ബോൾഡായിരിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ്, നിങ്ങൾ ഡൗൺ ആയി പോകരുത്. ഓക്കെ, നമ്മുടെ ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അവിടെ എവിടെയും നമ്മൾ സ്റ്റക്കായി പോകരുത്. അതിൻ്റെ ഒരു റിമൈൻഡറാണ്. നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ റീഡിങ്സ് വന്നിട്ട്. സോ ഈ ഒരു റീഡിങ്സ് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.